കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മോദി സ്തുതിയിൽ ഉറച്ച ഡോക്ടർ ശശി തരൂർ MP 2 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ശശി തരൂർ 24നോട് പറഞ്ഞു. താൻ പറഞ്ഞതിനർത്ഥം കോൺഗ്രസിന് കേന്ദ്ര നയങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് എന്നും ശശി തരൂർ വ്യക്തമാക്കി. തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിതിലൊരു വിവാദം കണ്ടില്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്നെ രാഹുൽ ഗാന്ധി 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ പോളിസിയോടൊപ്പം യോജിപ്പുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ പ്രശംസിച്ച് നടത്തിയ പരാമർശത്തെക്കാൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ് തരൂരിന്റെ ഈ വാക്കുകൾ. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, തങ്ങൾക്ക് ഒരു വിരോധവുമില്ല, സർക്കാരിന്റെ നയങ്ങൾ തന്നെ ശരിയെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് താനും ആവർത്തിച്ചത്. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് യോജിപ്പുണ്ടെന്നുമാണ് ശശി തരൂർ 24നോട് തുറന്നു പറഞ്ഞത്. പരാമർശം രാഹുൽ ഗാന്ധിക്കേറ്റ തിരിച്ചടിയെന്ന BJP പ്രതികരണത്തിലും തരൂരിന്റെ മറുപടി ഇങ്ങനെ. ഇല്ല, അദ്ദേഹം പറഞ്ഞതിന് ഞാനും പറഞ്ഞു. അപ്പൊ എങ്ങനെ തിരിച്ചടിയാവും? മോദി സ്തുതി പരാമർശത്തിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാതെ അതേ വാക്കുകൾ ശശി തരൂർ വീണ്ടും ആവർത്തിച്ചു. റഷ്യ എതിരിക്കാത്ത കാരണം നമുക്ക് അവരൊപ്പം നല്ല ബന്ധമുണ്ട്, മറ്റേവരൊപ്പം നല്ല ബന്ധമുണ്ട്. പ്രധാനമന്ത്രി 2 രാജ്യത്തും പോയി കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് അഥവാ സമാധാനത്തിൽ ഭാരതത്തിനെ ആവശ്യപ്പെട്ടാൽ 2 രാജ്യങ്ങളും നമ്മളെ സ്വീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു തിരുത്തലിനും തയ്യാറാകാതെ ശശി തരൂർ മുന്നോട്ട് പോകുമ്പോൾ തീർത്തും പ്രതിരോധത്തിലായത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. മോദി സ്തുതിയിൽ ഇത്തവണ കോൺഗ്രസ് പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ശശി തരൂർ സ്വന്തം പരാമർശത്തെ ന്യായീകരിച്ചത്. ഇതോടെ കോൺഗ്രസ് പാർട്ടിക്കിനി മൗനം തുടരാനാകില്ല. കേന്ദ്ര സർക്കാർ നയങ്ങളോട് പാർട്ടിക്ക് യോജിപ്പുണ്ടായിരുന്നോ എന്നതിൽ കോൺഗ്രസിന് ഉത്തരം നൽകേണ്ടി വരും. R. അച്യുതൻ, 24, ഡൽഹി.